നമസ്കാരം. ITC നമ്മുടെ എല്ലാം വീടുകളിൽ സ്ഥിരമായി കാണുന്ന ഒരു പേരാണത്, അല്ലേ? ആശീർവാദാട്ടം മുതൽ സൺഫീസ്റ്റ് ബിസ്ക്കറ്റ് വരെ പല രൂപത്തിൽ. പക്ഷേ നമ്മൾ ഈ കാണുന്നതിനുമപ്പുറം ഒരുപാട് മുഖങ്ങളുണ്ട് ഈ പേരിന്. അപ്പോൾ സിഗരറ്റ് ഉണ്ടാക്കുന്നൊരു കമ്പനി എന്നതിലുപരി ITC എന്ന ഈ ഭീമൻ ശരിക്കും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് അടുത്ത് നോക്കിയാലോ? അപ്പോൾ നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്താൻ പോകുന്ന പ്രധാന ചോദ്യം ഇതാണ്. ITC ശരിക്കും ഒരു സിഗരറ്റ് കമ്പനി മാത്രമാണോ? അവരുടെ മറ്റു ബിസിനസ്സുകൾ ഏതൊക്കെയാണ്? ഈയൊരു വിശകലനത്തിലൂടെ ITCയുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് പെട്ടെന്ന് പറയാം. ആദ്യം ITCയുടെ പല മുഖങ്ങൾ നമ്മൾ പരിചയപ്പെടും. പിന്നെ അവരുടെ പ്രധാന സബ്സിഡിയറികൾ ഏതൊക്കെയാണെന്ന് നോക്കും. കൂട്ടത്തിൽ ITC ഇൻഫോടെക്കിന്റെ വളർച്ചയുടെ കഥ പ്രത്യേകം പരിശോധിക്കും. ഒരു നിക്ഷേപകന്റെ കണ്ണിലൂടെ ഇതിനെയൊക്കെ എങ്ങനെ കാണാമെന്നും അവസാനം ഓർത്തിരിക്കേണ്ട മൂന്നേ പ്രധാന കാര്യങ്ങളും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു വലിയ കമ്പനിക്ക് എന്തിനാണ് ഒരുപാട് ചെറിയ ചെറിയ കമ്പനികൾ, അതായത് ഈ സബ്സിഡിയറികൾ? നമുക്കിതിനെ ഒരു വലിയ തറവാട് പോലെ സങ്കല്പിക്കാം. തറവാടിന്റെ പേര് ഒന്നേയുള്ളൂ, ITC. പക്ഷേ അതിലെ ഓരോ അംഗങ്ങളും പല പല മേഖലകളിൽ മിടുക്കരാണ്. അതുപോലെയാണ് ITC എന്ന ഹോൾഡിംഗ് കമ്പനി ഈ സബ്സിഡിയറികൾ വഴി പലതരം ബിസിനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, സബ്സിഡിയറി എന്ന് വെച്ചാൽ ഒരു വലിയ കമ്പനിയുടെ കീഴ് വരുന്ന ഒരു ചെറിയ കമ്പനി. ഓരോ ബിസിനസ്സിലെയും റിസ്ക്കും ലാഭവും നഷ്ടവുമൊക്കെ വേറെ വേറെ നിർത്താനും പുതിയ മേഖലകളിലേക്കോ എളുപ്പത്തിൽ കടന്നു ചെല്ലാനും ഇതവരെ സഹായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ITC എന്ന് പറയുന്ന തറവാട്ടിലെ പ്രധാന മെമ്പേഴ്സ് ആരൊക്കെയാണ്? അല്ലേ, നമുക്ക് ITCയുടെ ഈ വിശാലമായ ബിസിനസ് സാമ്രാജ്യത്തിലേക്കൊന്ന് എത്തിനോക്കാം. നമ്മൾ വിചാരിക്കുന്നത് പോലെ സിഗരറ്റും ബിസ്ക്കറ്റും മാത്രമല്ലാട്ടോ, കാര്യങ്ങൾ അതിലും വലുതാണ്. ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് IT, ഹോട്ടലുകൾ, അഗ്രി ബിസിനസ്, ഫിനാൻഷ്യൽ സർവീസസ്, പേപ്പർ ബോട്ട്സ്, പാക്കേജിംഗ്, ഇങ്ങനൊരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് അവരുടെ ഓരോ സബ്സിഡിയറികൾ വഴിയാണ്. ഇത് നോക്കൂ, ഇത് 2019 അവരുടെ വാർഷിക റിപ്പോർട്ടിൽ നിന്നുള്ളതാണ്. ഇവിടെ ITC ഇൻഫോടെക്, ഫോർച്യൂൺ പാർക്ക് ഹോട്ടൽസ്, ടെക്നിക്കോ അഗ്രി സയൻസസ്, ഇങ്ങനെ പല പേരുകളും കാണാം. അപ്പോൾ ഇത് വെറുമൊരു ലിസ്റ്റല്ല. സിഗരറ്റിൽ നിന്ന് മാത്രം പണമുണ്ടാക്കാതെ ബിസിനസ് പല ഭാഗത്തേക്കും വളർത്താനുള്ള ITCയുടെ ഒരു കിടിലൻ സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷേ ഈ കൂട്ടത്തിൽ ഒരാളുണ്ട്, അധികമാരും അത്ര ശ്രദ്ധിക്കാത്ത, എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്ന ഒരാൾ. ITCയുടെ ഒരു ഹിഡൻ ജെം എന്നു വേണമെങ്കിൽ പറയാം. അതാണ് ITC ഇൻഫോടെക്. നമുക്ക് അതിന്റെ കഥയിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. അപ്പോൾ എന്താണ് ITC ഇൻഫോടെക് ശരിക്കും ചെയ്യുന്നത്? അവരുടെ റിപ്പോർട്ടുകൾ നോക്കിയാൽ 100% വരുമാനം വരുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, കൺസൾട്ടൻസി തുടങ്ങിയ IT സേവനങ്ങളിൽ നിന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു പക്ക IT കമ്പനി. ഇനി നമുക്ക് നമ്പറുകളിലേക്ക് വരാം. ഇതാണ് ശരിക്കും ഇൻട്രസ്റ്റിംഗ്. ITC ഇൻഫോടെക്കിന്റെ അറ്റാദായം, അതായത് എല്ലാ ചെലവും ടാക്സും കഴിഞ്ഞ് കയ്യിൽ കിട്ടുന്ന ലാഭം, 2019 ഇത് ഏകദേശം 104 കോടി രൂപയായിരുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ 2020 അത് നേരെ ഇരട്ടിയായി, 209 കോടി. കഥ അവിടെ തീർന്നില്ല. തൊട്ടടുത്ത വർഷം 2021 വീണ്ടും ഇരട്ടിച്ച് 451 കോടി രൂപയായി. ഇതൊരു സാധാരണ വളർച്ചയല്ല, ഒരു റോക്കറ്റ് വിട്ട പോലത്തെ കുതിച്ചുചാട്ടമാണ്. ഈ ചാർട്ട് കണ്ടാൽ സംഭവം ക്ലിയറാകും. ഓരോ കൊല്ലവും ലാഭം എങ്ങനെയാണ് കുതിച്ചുയർന്നതെന്ന് നോക്കിക്കേ. വെറും 3 വർഷം കൊണ്ട് 4 ഇരട്ടിയിലധികം വളർച്ച. അപ്പോൾ കാര്യം വ്യക്തമാണ്, അല്ലേ? ITCയുടെ ഭാവിയിൽ ഇൻഫോടെക്കിന് വലിയൊരു റോൾ ഉണ്ടാകാൻ പോകുന്നു. ഈ നമ്പറൊന്ന് ഓർത്തുവെച്ചോളൂ, 451 കോടി. ഒരൊറ്റ സബ്സിഡിയറിയിൽ നിന്നുള്ള ഈ ലാഭം മാത്രം മതി ITCയുടെ മൊത്തം കടി എങ്ങനെ മാറുന്നു എന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, ഇതൊക്കെ കൊള്ളാം. പക്ഷേ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിന് നല്ല വശങ്ങളുമുണ്ട്, ചിലപ്പോൾ പ്രശ്നമായേക്കാവുന്ന വശങ്ങളുമുണ്ട്. നമുക്ക് രണ്ടും ഒന്ന് നോക്കാം. ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഈ വൈവിധ്യവൽക്കരണം തന്നെയാണ്. അതായത് ബിസിനസ് പല മേഖലകളിലുള്ളതുകൊണ്ട് സിഗരറ്റിനെ മാത്രം ആശ്രയിച്ച് നിൽക്കേണ്ടി വരുന്നില്ല. ഇൻഫോടെക് പോലെ പുതിയ മേഖലകൾ നന്നായി വളരുന്നുമുണ്ട്. പക്ഷെ ഒരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ, ചില പ്രധാനപ്പെട്ട സബ്സിഡിയറികൾ നന്നായി പെർഫോം ചെയ്തില്ലെങ്കിൽ അത് മൊത്തത്തിൽ ബാധിക്കും. പിന്നെ ആഗോളതലത്തിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം വന്നാൽ അത് നമ്മുടെ IT കമ്പനികളെ ബാധിക്കുമല്ലോ, അതുമൊരു റിസ്ക്കാണ്. ഇത് വളരെ രസകരമായൊരു കാര്യമാണ്. 2008 വാർഷിക റിപ്പോർട്ടിൽ അവർ പറഞ്ഞിരിക്കുന്നൊരു വാചകം നോക്കൂ. അന്ന് അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയിലെ മാന്ദ്യവും വർദ്ധിക്കുന്ന ശമ്പളവും കടുത്ത മത്സരവുമൊക്കെ ഇന്ത്യൻ IT കമ്പനികളെ സമ്മർദ്ദത്തിലാക്കിയെന്ന്. അതിന്റെ അർത്ഥം ഈ റിസ്കുകളൊന്നും പുതിയതല്ല, ITCക്ക് ഇതേക്കുറിച്ച് പണ്ടേ നല്ല ധാരണയുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് നമ്മൾ തീർച്ചയായും ഓർത്തുവെക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? 1.
ITC വെറും ഒരു സിഗരറ്റ് കമ്പനിയല്ല. ഹോട്ടൽ, അഗ്രി, IT അങ്ങനെ പല മേഖലകളിലായി പടർന്നു പന്തലിച്ച് കിടക്കുന്നൊരു ഭീമനാണ്. 2, ITC ഇൻഫോടെക് അവരുടെ ഒരു സ്റ്റാർ പ്ലെയറാണ്. അതിന്റെ ലാഭത്തിലെ വളർച്ച ITCയുടെ ഭാവിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, ഒരു കമ്പനിയെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ സബ്സിഡിയറികളെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോഴേ പൂർണ്ണമായ ചിത്രം കിട്ടൂ. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ഇൻഫോടെക്കിനെ പോലെ ITCയുടെ അടുത്ത സൂപ്പർ സ്റ്റാർ ഏത് സബ്സിഡിയറി ആയിരിക്കും? ഹോട്ടൽ ബിസിനസ്സോ അതോ ആഗ്രി ബിസിനസ്സോ? നിങ്ങൾക്കെന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണേ. ഈയൊരു വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, പിന്നെ കൂടുതൽ വിവരങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.